TRFിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യണം. എന്നാലേ പെഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് പൂർണ്ണമായും നീതി ലഭിക്കുകയുള്ളൂ. ഭീകരാക്രമണത്തിൽ മകനോ മകളോ കൊല്ലപ്പെടുമ്പോഴായിരിക്കും അസിം മുനീർ ഈ വേദന അറിയുക. അത്തരമൊരു ദിവസമുണ്ടാകണം. ഈ വാക്കുകൾ വളരെയധികം ഹൃദയവേദനയോടെ പറയുന്ന ഒരു അച്ഛന്റെ വാക്കുകളാണ്. ആ അച്ഛനെ നമ്മൾ അറിയും, വിനയ് നർവാളിന്റെ അച്ഛൻ. ആ സംഭവത്തിന് ശേഷം എൻ്റെ ഭാര്യയും മാതാപിതാക്കളും ഒക്കെ മാനസികമായി തകർന്നു. അദ്ദേഹം പറയുന്നു, കുടുംബത്തിന്റെ മുന്നിൽ എനിക്ക് കരയാൻ പോലും കഴിയാത്ത അവസ്ഥ. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ശരിക്കൊന്ന് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. മനസ്സാകെ കൈവിട്ട അവസ്ഥയാണ്. 2-3 മണിക്കൂർ മാത്രമാണ് ഉറങ്ങാനാകുന്നത്. വിനയ് നർവാളിന്റെ അച്ഛൻ രാജേഷ് നർവാൾ പറയുന്നു. TRFിനെ നിരോധിച്ചതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം തന്നെയായിരിക്കും. എന്നാൽ വെറുമൊരു നിരോധനമല്ല ആവശ്യം, പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യണം എന്നതാണ് അദ്ദേഹം പറയുന്നത്. TRF പുതിയ തീവ്രവാദ ഗ്രൂപ്പല്ല. ലഷ്കർ ഇ തോയ്ബയുടെ മാസ്ക് അണിഞ്ഞ ഭീകരരാണ് TRF. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ TRFിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിന്റെ ഫലമായാണ് US നടപടി. മാനസിക ആരോഗ്യ വിദഗ്ധനെ കാണുമ്പോൾ അവർ മരുന്ന് നൽകുമെങ്കിലും അതുകൊണ്ടൊന്നും യാതൊരു ആശ്വാസവുമില്ല. ഭയമില്ലാതെയാണ് മകൻ ജീവിച്ചിരുന്നത്. എപ്പോഴും വിനയ് തന്നെയാണ് മനസ്സിൽ. മകൻ തന്നെയാണ് എന്റെ ഹീറോ. പെഹൽഗാം ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേന ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ അച്ഛന്റെ വാക്കുകളാണിത്. പെഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച USന്റെ നടപടിയെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയുടെ നിരോധനം ഇന്ത്യ US ഭീകരവിരുദ്ധ സഹകരണത്തിന്റെ ശക്തമായ ദൃഷ്ടാന്തമാണ്. പെഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയെടുക്കും എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം നടപ്പാക്കുന്നതിലുള്ള പ്രതിബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പാകിസ്ഥാനെതിരായ രാജ്യാന്തര ഉപരോധങ്ങൾ വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടന രൂപീകരിക്കപ്പെട്ടത്. LETയുടെ നിഴൽ സംഘടന ജമ്മു കാശ്മീരിലെ കേരൻ, ഹന്ദ്വാര, സോപ്പോർ, ഷോപ്പിയാൻ, അനന്ത്നാഗ്, റിയാസി എന്നിവിടങ്ങളിൽ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഭീകര ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏപ്രിൽ 22-ന് പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നിലും ഇതേ സംഘടനയായിരുന്നു. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരോധിത സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു നിഴൽ സംഘടനയാണെന്നും പാകിസ്ഥാനെതിരായ രാജ്യാന്തര ഉപരോധങ്ങൾ ഒഴിവാക്കാനാണ് ഈ സംഘടന രൂപീകരിച്ചത് എന്നും ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നു. ഏപ്രിൽ 22-ന് നടന്ന പെഹൽഗാം ഭീകര ആക്രമണം, 2024 ജൂൺ 9-ന് റിയാസിയിൽ 9 ഹിന്ദു തീർത്ഥാടകരുടെ കൊലപാതകം, 2024 ഒക്ടോബർ 20-ന് ഗന്ദർബലിൽ 6 കുടിയേറ്റ തൊഴിലാളികളുടെയും ഒരു ഡോക്ടറുടെയും കൊലപാതകം, 2023 സെപ്റ്റംബർ 13-ന് അനന്ത്നാഗിൽ 3 സൈനികരുടെയും പോലീസുകാരുടെയും കൊലപാതകം, 2020 ജൂലൈ 8-ന് BJP നേതാവിന്റെയും 2 കുടുംബാംഗങ്ങളുടെയും കൊലപാതകം. ഇതും TRF നടത്തിയതാണ് എന്നും സുരക്ഷാ ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നു. 2023 ജനുവരിയിൽ UAPA നിയമപ്രകാരം ഇന്ത്യൻ സർക്കാർ ഈ സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നതാണ്. TRFിനെ USഉം ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. പെഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയെടുക്കും എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം നടപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത്. തീരുമാനത്തെ സ്വാഗതം ചെയ്ത കേന്ദ്ര സർക്കാർ ഇന്ത്യ US ഭീകരവിരുദ്ധ സഹകരണം എത്രത്തോളം ശക്തമാണെന്ന് ഇത് തെളിയിക്കുന്നുവെന്നും പ്രതികരിച്ചിരുന്നു. 2019 ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് നിലവിൽ വന്നത്. 2019 ഓഗസ്റ്റിൽ ഇന്ത്യൻ സർക്കാർ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി. അതേ വർഷം തന്നെ TRF രംഗത്തെത്തി. LETയുമായി ബന്ധപ്പെട്ട സാജിദ് ജാട്ട്, സജ്ജാദ് ഗുൽ, സലിം റഹ്മാനി എന്നിവരുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു LET വിഭാഗമായ TRF ഒരു ഓൺലൈൻ സ്ഥാപനമായി പ്രവർത്തനം ആരംഭിച്ചു. ജമ്മു കാശ്മീരിലെ സുരക്ഷാ സേനാംഗങ്ങളെയും നിരപരാധികളായ സാധാരണക്കാരെയും കൊലപ്പെടുത്തുന്നതിനുള്ള ആസൂത്രണം, നിരോധിത ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നതിനായി ആയുധങ്ങൾ ഏകോപിപ്പിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുക, തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുക, തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം, അതിർത്തിക്കപ്പുറത്തു നിന്ന് ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തുക, ഇതിൽ TRF പങ്കാളിയാണ്. LETയുടെ പ്രോക്സി മുന്നണിയായിട്ടാണ് സർക്കാർ TRFിനെ വിശേഷിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.